ത്രിയേക ദൈവത്തിന്റെ ദിവ്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇവർക്കും തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. അതിപരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. കാനാവിൽ നിന്ന് കാൽവറിയിലേക്ക് പുറപ്പെട്ട ആ വലിയ യാത്രയുടെ ഒന്നാം വെള്ളിയാഴ്ചയിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കടന്നുപോയ ജീവിതം എപ്രകാരമായിരുന്നു എന്നും അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്നും നാം നിർണയിച്ചുകൊണ്ട് ആ ജീവിതം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ സമയമാണല്ലോ ഈ വലിയ നോമ്പ്. അങ്ങനെയുള്ള ഈ ദിവസങ്ങളിൽ നാം പലപ്പോഴായി പല പ്രസംഗങ്ങൾ കേൾക്കുകയും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് അല്പസമയം നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം, അതിൻ്റെ 3-ാം അധ്യായം 30-ാം വാക്യം. അതിൻ്റെ കാതലായ ഭാഗം, ഞാനോ കുറയണം അവനോ വളരണം. ഞാനോ കുറയണം അവനോ വളരണം. യോഹന്നാൻ സ്നാപകൻ താഴ്മയുടെ മൂല്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ വേദഭാഗമാണ് ഇത്. തന്റെ കർത്താവാണ് വലിയവനെന്ന് അവൻ ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അവൻ വലിയവനല്ല, അവൻ ചെറിയവനാണെന്ന് ഈ ലോകത്തോട് അവൻ വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും വലിയവനായി തീരുവാനാണ് ഈ ലോകത്ത് ആഗ്രഹിക്കുന്നത്. ആരും ചെറിയവനായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. നമ്മുടെ സഹോദരന്മാരോട് നാം എപ്രകാരമാണ് പെരുമാറുന്നത്? അവരെ കൃത്യമായി സ്നേഹിക്കുവാനോ അവന്റെ സാഹചര്യം മനസ്സിലാക്കുവാനോ, അല്ലെങ്കിൽ നാം അവനെ നിർണയിക്കുന്നത് അവന്റെ സാമ്പത്തികം വെച്ചോ അവന്റെ വിദ്യാഭ്യാസം വെച്ചോ, അങ്ങനെ പല പല കാരണങ്ങൾ നോക്കിയാണ് പലപ്പോഴും നമ്മുടെ സഹോദരന്മാരെ നാം സ്നേഹിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളും പരസ്പരം അതേപോലെ തന്നെ സ്നേഹിക്കുവിൻ. എന്തായിരുന്നു ആ സ്നേഹത്തിന്റെ പ്രത്യേകത? എന്തായിരുന്നു ആ സ്നേഹത്തിന്റെ പ്രത്യേകത? അത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നാം സ്നേഹിക്കേണ്ടത്. ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നാം മറ്റുള്ളവനെ സ്നേഹിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴ്മയോടെ ജീവിച്ചവരെല്ലാം ജീവിത വിശുദ്ധി നേടിയിട്ടുണ്ട്. ആ ജീവിതവിശുദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കേവർക്കും ഈ വലിയ നോമ്പിൽ സാധിക്കണം. അനുതാപത്തിൽ കൂടെ മാത്രമല്ലാതെ ആർക്കാണ് ഈ വലിയ നോമ്പിൽ കൂടെ ജീവിക്കുവാൻ സാധിക്കുന്നത്? കൃത്യമായ നോമ്പ് നോക്കുന്നവർ ഏവരും അനുതാപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കും. അല്ലാത്ത നോമ്പെല്ലാം ഭക്ഷണം വെടിയുന്ന, കേവലം ഭക്ഷണത്തിൽ നിന്ന് ത്യജിക്കുന്ന നോമ്പായി മാത്രം തീരുകയല്ലേ ചെയ്യുന്നത്. അനുതാപത്തിൽ കൂടെ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് എത്തിച്ചേർന്ന അനേകം ആളുകളെ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. സ്വയം കുറഞ്ഞുകൊണ്ട് ക്രിസ്തു വളരണമെന്ന് ആഗ്രഹിച്ച അനേകം ആളുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവന കൂദാശയിൽ വായിക്കുന്ന വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗമുണ്ട്. സക്കായിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സക്കായി നമുക്കറിയാം, വൻ ചുങ്കക്കാരനായിരുന്നു, സമൂഹത്തിന്റെ മുന്നിൽ ഒന്നിൽ പാപിയായിരുന്നു. അങ്ങനെയുള്ള സക്കായിക്ക് നമ്മുടെ കർത്താവിനെ കാണുവാനായിട്ട് ഒരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവുകയാണ്. സക്കായിക്ക് കർത്താവിനെ കാണുവാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി, അവൻ കുറയവനാണ്, അവന് നീളമില്ല. രണ്ടാമതായിട്ട്, യേശുവിന് ചുറ്റിനും എപ്പോഴും ഒരു വലിയ പുരുഷാരം നടന്നുകൊണ്ടിരുന്നു. അവൻ നീളത്തിൽ ചെറിയവനായതുകൊണ്ട് തന്നെ കർത്താവിനെ കാണുവാൻ ആ പുരുഷാര നിമിത്തം അവന് സാധിക്കുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സക്കായി കാട്ടത്തിയുടെ മുകളിലേക്ക് കയറുന്നത്. കർത്താവ് എങ്ങനെയുള്ളവനാണെന്ന്, അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം, പ്രത്യേകിച്ച് അത്ഭുതങ്ങളോ നേട്ടങ്ങളോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല സക്കായി കർത്താവിനെ കാണുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. വെറുതെ ഒന്ന് കർത്താവിനെ കാണുവാൻ എങ്ങനെയുള്ളവൻ ആണെന്നൊന്ന് അറിയുവാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ച സക്കായിയെ കർത്താവ് കാണുന്നുണ്ട്. ബാക്കി കഥയെല്ലാം നമുക്കറിയാം. സക്കായിയെ കർത്താവ് താഴേക്ക് ഇറക്കി വിളിച്ച് അവന്റെ കൂടെ അവന്റെ ഭവനത്തിലേക്ക് പോകുന്ന ഒരു വലിയ സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് നോക്കിയത്
അവനെ ഒന്ന് നോക്കുവാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച സഖായിയുടെ ഭവനത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി ചെല്ലുകയാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് അനുതാപം വന്ന് ജീവിതം മാറി മറിഞ്ഞവനാണ് സഖായി. സഖായിക്ക് ക്രിസ്തുവിനെ ഒന്ന് കാണേണ്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനിൽ നിന്ന് അത്ഭുതങ്ങളോ മറ്റൊന്നും സഖായിക്ക് അപ്പോൾ ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു വലിയ മാന്ത്രികൻ അതുവഴി പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് സഖായി അവനെ കാണുവാൻ വേണ്ടി എത്തിച്ചേരുകയാണ്. സഖായിക്ക് രണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി. ഒന്നാമതായിട്ട് അവൻ കുറിയവനായിരുന്നു നീളത്തിൽ, അവന് നീളം കുറവായിരുന്നു. രണ്ടാമതായിട്ട് ക്രിസ്തുവിന് ചുറ്റിനും എപ്പോഴും ഒരു പുരുഷാരം ഉണ്ടായിരുന്നു. ഈ രണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സഖായി ആ വഴിയിലുണ്ടായിരുന്ന ഒരു കാട്ടത്തി മരത്തിന്മേൽ കയറുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് ചുറ്റിനുമുള്ള പുരുഷാരം അതാരാണ്? എപ്പോഴും ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നവർ, ക്രിസ്തുവിന്റെ പേര് പറയുന്നവർ, ക്രിസ്തുവിനെ പോലെ ആണെന്ന് എപ്പോഴും സംസാരിക്കുന്നവർ. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഉൾപ്പെടുന്ന ജനങ്ങളാണല്ലോ. ക്രിസ്തുവിന്റെ ആ ജീവിതം പിന്തുടരുന്നു എന്ന് പറയുന്ന നമ്മൾ, മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി പോലെയാണ് ക്രിസ്തുവിന്റെ ജീവിതവും. അപ്രകാരമാണോ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടി ഇരിക്കുന്നു. രണ്ടാമതായിട്ട് അവൻ കുറിയവനായിരുന്നു. പിതാക്കന്മാർ പറയുന്നു അവൻ കുറിയവൻ എന്ന ബൈബിൾ എഴുതിയിരിക്കുന്നതിന് അർത്ഥം അവന്റെ വിശ്വാസം അത്ര വലിമയുണ്ടായിരുന്നത് അല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നവൻ അവന്റെ ആ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹ നിമിത്തം അവൻ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കർത്താവ് കണ്ട് അവനെ വിളിച്ച് അവനോട് കൂടെ ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കർത്താവ് സഖായിയുടെ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നു. പൊതുവെ സുവിശേഷം പരിശോധിച്ചാൽ ക്രിസ്തു എവിടേക്ക് എത്തുന്നുവോ അവിടെയെല്ലാം ക്രിസ്തു പ്രസംഗിക്കും, ജനം കേട്ടിരിക്കും. എല്ലായിടത്തും ക്രിസ്തു പ്രസംഗിക്കും, ജനം അത് കേട്ടിരിക്കും. എന്നാൽ ഇവിടെ മാത്രം ക്രിസ്തു മിണ്ടാതിരുന്ന ഒരു പ്രസംഗം കേൾക്കുകയാണ്. അവിടെ പ്രസംഗിച്ചത് അത്രയും സഖായിയാണ്. എന്തായിരുന്നു സഖായിയുടെ പ്രസംഗം? സഖായി ആദ്യം ഉറക്കെ പറയുകയാണ്, കർത്താവേ, ഞാൻ ആരിൽ നിന്നെങ്കിലും ഒന്നെങ്കിലും തെറ്റായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 1 ഇരട്ടി തിരികെ കൊടുക്കും. 4 ഇരട്ടി തിരികെ കൊടുക്കുമെന്ന് സഖായി പറയുന്നു. എന്തായിരുന്നു സഖായിയുടെ പ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം? കർത്താവേ, ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കും. ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കും. ഈ ലോകത്തിന്റെ നോട്ടത്തിൽ ഭൗതികമായിട്ട് കർത്താവിന്റെ സാന്നിധ്യം സഖായിയുടെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ അവനൊരു വട്ടപൂജ്യമായിട്ട്, സാമ്പത്തികമായി ഒരു വട്ടപൂജ്യമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ആത്മീയമായി ദൈവനോട്ടത്തിൽ, ദൈവനാമത്തിൽ അവൻ അതിസമ്പന്നനായിട്ട് മാറുകയാണ്. അവിടെ വന്നിട്ട് ക്രിസ്തു പറയുന്നില്ല നീ പാപിയാണെന്നോ, നീ ചെയ്തത് പാപമാണെന്നോ, നിന്റെ സമ്പത്ത് നീ മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടിയോ കർത്താവ് പറയുന്നില്ല. എന്നാൽ ദൈവിക സാന്നിധ്യം അവന്റെ ഭവനത്തിൽ അവനെ അടുത്ത് ഉണ്ടാകുമ്പോൾ അതിന്റെ പാപങ്ങൾ എല്ലാം മനസ്സിലായി അതിന് പ്രായശ്ചിത്തമായിട്ട് ചെയ്ത തെറ്റിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു സഖായിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള തെറ്റുകളും പാപങ്ങളും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും നമുക്ക് ക്രിസ്തുവിനെ വിളിച്ച് ഇറക്കേണ്ടതായിട്ടുണ്ട്. ഈ പരിശുദ്ധ നോമ്പിലൂടെ നമ്മുടെ ദൈവിക സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ഏവരുടെയും ഭവനത്തിൽ, നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഒരു ദേവാലയം പണിയുവാൻ വേണ്ടി ഒരു മരം വെട്ടുകാരൻ വനത്തിലേക്ക് ചെല്ലുകയാണ്. കഥയിൽ ചോദ്യമില്ലല്ലോ. ആ വനത്തിലേക്ക് എത്തുമ്പോൾ മരം വെട്ടുകാരൻ മരത്തിനോട് ചോദിക്കുകയാണ്, മരമേ, ഇന്ന് ഞാൻ വെട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ, എനിക്കൊരു ദേവാലയം പണിയാൻ വേണ്ടിയുണ്ട്. ഈ ചോദ്യം കേട്ട മരം ഇപ്രകാരം ഉത്തരം പറഞ്ഞു, അല്ലയോ മരം വെട്ടുകാരാ, എന്റെ പൂർവികർ ഇവിടെ വന്ന് എന്റെ പൂർവികരെ, അനേകം ആളുകളെ മരം വെട്ടിക്കൊണ്ടുപോയി അനേകം ദേവാലയങ്ങൾ നിങ്ങൾ പണിതു. മഹാ ഇടവകകളും വലിയ പള്ളികളും മറ്റ് പള്ളി സ്ഥാപനങ്ങളും ഒക്കെ നിങ്ങൾ പണിയുകയുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും നാളുകളായിട്ടും
നിങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തു ജനിക്കാത്തത്? ഇത്രയും ദേവാലയങ്ങൾ നിങ്ങൾ പണിതുവല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തു ജനിക്കാത്തത്? പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ അനുഭവത്തിലൂടെ, ഈ വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ നമ്മളിൽ നിന്ന് അനേക വിശുദ്ധന്മാരൊക്കെ ജനിക്കേണ്ടതായിട്ട് ഉണ്ടല്ലോ. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വിശുദ്ധിയിലേക്കാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേകം തെറ്റുകൾ സംഭവിച്ചേക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ലോക ജീവിതത്തിൽ ഏറ്റവും താഴ്മയോടെ, ഏറ്റവും എളിമയോടെ കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. യോഹന്നാൻ സ്നാപകൻ നമ്മെ പഠിപ്പിച്ചതുപോലെ ഞാനോ കുറയണം അവനോ വളരണം എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിന്റെ അപ്പുറമായി ഒരുവനും ഇല്ലെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നിടത്ത് മാത്രമാണ് ദൈവത്തോട് ഏറ്റവും ചേർന്നിരിപ്പാൻ നമുക്ക് കഴിയുന്നത്. ഈ ലോകത്തിൽ അനേക കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നത് താഴ്മയില്ലാതായി പോകുന്ന സാഹചര്യത്തിലാണ്. ആരാണ് വലിയവനെന്ന്, ആരാണ് ഉന്നതനെന്ന് തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും പല ബന്ധങ്ങളും ഇല്ലാതെ പോകുന്നത്. അതൊന്നും ഇല്ലാതെയാകണമെങ്കിൽ ഈ ദൈവിക വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ സാധിക്കണം. ഈ വലിയ നോമ്പ് അതിനുള്ള സാഹചര്യങ്ങൾ ഇടവരുത്തട്ടെ. അങ്ങനെ വീഴുന്ന വചനങ്ങൾ മുളച്ചു വരുവാൻ ഈ വലിയ നോമ്പ് ഇടവരുത്തട്ടെ. അതിനുള്ള സാഹചര്യമായി ഈ സമയങ്ങൾ തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച് ജീവിതത്തിൽ വെളിച്ചങ്ങൾ അനേകർക്ക് പകരുന്ന ആളുകളായി നാം ഏവരും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.